പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. ചുങ്കക്കാരനെ പോലെ അങ്ങനെ അനുഗ്രഹത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന നോമ്പ് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങൾ നയിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങളുടെ പാപങ്ങൾ പശ്ചാത്താപത്തിന് കണ്ണുനീരാൽ കഴുകിക്കളയുകയും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥാനേക്കും നിന്റെ വിശുദ്ധ വിശ്രമിക്കും. കടകൂടാതെ വ്യാപരിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും കൂട്ടുകാരോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനായി കൈക്കൂലി വാങ്ങാത്തവനും അയൽക്കാരോട് പ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ദൈവമേ കാത്തിരണമേ, എന്നാൽ നിന്നെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. ഭൂമിയിലുള്ള പരിശുദ്ധ ശ്രേഷ്ഠനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എന്നും അവർ പിന്നെ രക്തബലി അർപ്പിക്കുകയില്ല, അവരുടെ നാമം ഞാൻ ഉരുവിടുകയില്ല. നല്ല സ്ഥലത്താണ് എനിക്ക് അറുപച്ചങ്ങല വീണത്, എന്റെ പോക്കരി എനിക്ക് ഇഷ്ടമാണ്. കർത്താവിനെ ഞാൻ സദാ കൺമുമ്പിൽ ദർശിച്ചു, ഞാൻ ഇടക്കാതിരിക്കേണ്ടതിന് അവൻ എന്റെ വലതുഭാഗത്തുണ്ട്. എന്നാൽ നീ എന്നെ പാതാളത്തിൽ ഉപേക്ഷിച്ചില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായ നീക്കും.
ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധന സുഖയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ സഹോദരി, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് വായന അധ്യായം 3 1 മുതൽ 19 വരെ ഈ വചനങ്ങൾ കർത്താവിനെ അനുഗ്രഹിക്കണം. ദൈവമായ കർത്താവ് നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിയാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചിയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ വിലാസുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവരെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരക്ഷകൾ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദ്യത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ദൈവത്തെ പ്രത്യാശയർപ്പിക്കുന്നതിനും ഞങ്ങളെ നിശബ്ദരാകണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 3 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ.
യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. സൗഭാഗ്യങ്ങളെ ഉറവിടമായ ദൈവമേ, അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് വളർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായേക്കും. എന്റെ സഹോദരനെ, പൗലോസിലേക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങൾ. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാര്യം അനുസരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഇതാ നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുകയും. നമുക്ക് ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിന്റെ അബദ്ധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാപരം ശുശ്രൂഷാനിർവഹണത്തിലും, അധ്യാപനപരം അധ്യാപനത്തിലും, ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും വർദ്ധിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദേഷിക്കുകയും നന്മയെ മുഖപ്പെടുത്തുകയും നിങ്ങൾ അന്യോന്യ സഹോദരത്തെ സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുകയും തീഷ്ണതയും മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും പ്രത്യാശയിൽ സന്തോഷിക്കുകയും വേദനകളിൽ സഹനശീലരായിരിക്കുകയും പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരായിരിക്കുകയും വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും അതിഥി സൽക്കാരത്തിൽ തൽപരരാകുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും. Amen.
മൂന്നാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് സ്നാപയോഗ്യനായ യൂദയായ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടി, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെടുന്നത്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം, കർത്താവിന്റെ വഴി വരികയും അവന്റെ പാതകൾ നേരെയാക്കുകയും. യോഹന്നാൻ ഒട്ടകരോമങ്ങളുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വീട്ടുകളിൽ കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറൂസലേമിലും യൂദയ മുഴുവനും ജോർദാന് പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപം ഏറ്റു പറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അനേകം പരീസയും സദൂക്കായും സ്നാനമേൽക്കുവാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു: അണ്ണനെ സന്തതികൾ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തര യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും ഞങ്ങൾ പിതാവായ അബ്രാഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ പേരിന് കോടാലോചിച്ചു കഴിഞ്ഞു. അല്ല, ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവന് ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുറയിൽ ശേഖരിക്കും. പതിൽ കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും തിരിയുക. ഈശ്വരനെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബക്കാരെ, നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റു വാക്കിൽ പറഞ്ഞ എന്റെ ഇഷ്ടങ്ങളെ, ഇമ്പങ്ങളോട് നോ പറയുന്ന, വേണ്ട എന്ന് പറയുന്ന സമയമാണ് നോമ്പുകാലം. വേണ്ട എന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൈവത്തിലേക്ക് മറ്റു വാക്കിൽ പറഞ്ഞ് ജീവിത നവീകരണത്തിലേക്ക് തിരിയേണ്ട കാലമാണ് നോമ്പുകാലം. അനുതാപത്തിലൂടെ, പശ്ചാത്താപത്തിലൂടെ, ജീവിത നവീകരണത്തിലൂടെ തമ്പുരാനിലേക്ക് തിരിയുവാനുള്ള കാലഘട്ടം. കുരിശു വരത്തിനാണ് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട്, കരിക്കുരിശു വരച്ചുകൊണ്ട് പറയും: മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും ന്യൂനം. മനുഷ്യൻ എന്നതിലെ മറ്റൊരു പര്യായ പദമാണ് മർത്യൻ. ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോക ജീവിതത്തിന് അവസാനമുണ്ട് എന്ന്. മറ്റൊരു ലോകം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നവനാണ് നീ എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ, പ്രമാണങ്ങളിൽ ലംഘിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ മറ്റൊരു ലോകത്ത് എത്തിച്ചേരുവാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. 10 കൽപ്പനകൾ പാലിക്കണം. ആ 10 കൽപ്പനകളുടെ സംഗ്രഹത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരികയാണ്. എല്ലാത്തിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം, നിന്നെ പോലെ നിന്റെ സഹോദരനെയും സ്നേഹിക്കണം. കുരിശ് 2 വരകളാണുള്ളത്. ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എല്ലാത്തിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിലേക്ക് തിരിയുക. രണ്ടാമതായിട്ട് നീ സഹോദരനിലേക്ക് തിരിയുക, നിന്നെ പോലെ നിന്റെ സഹോദരനിലേക്ക് തിരിയുക.
അങ്ങനെയാണ് എങ്കിൽ നിനക്ക് രക്ഷയുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ് കുരിശുമരണ തിരുനാളിൽ സംഭവിക്കുക. നിന്റെ ഐശ്വര്യത്തിലും നിന്റെ പ്രതാപത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ സൗഭാഗ്യത്തിലും നിന്റെ അവസ്ഥകളിലും നിന്റെ വിഷമതകളിലും എല്ലാം ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് ദൈവത്തിൻ്റെതായി തീരുവാനുള്ള വ്യക്തമായ തീരുമാനം, വ്യക്തമായ ബോധ്യം നിനക്കുണ്ടാകണമെന്നാണ് കുരിശുമരണത്തിൽ നാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് സാധ്യമാകണമെങ്കിൽ തീർച്ചയായും നിന്റെ ഐശ്വര്യത്തിൽ നീ സഹോദരനിലേക്ക് തിരിയുവാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ കുരിശുമരണത്തിൽ നാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തുവാനുള്ള മനസ്ഥിതിയിലേക്ക് മാറുവാനായിട്ട് സാധിക്കണമെന്ന്. പഴയ നിയമത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ ദൈവിക ഇടപെടൽ ഉടൻ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദമും ഏറ്റവും മനോഹരമായ ഏദൻ തോട്ടത്തിൽ ദൈവം പാർപ്പിക്കുകയാണ്. അതിനുശേഷം സൗഭാഗ്യങ്ങളുടെ ഇടയിൽ സർപ്പം അവരെ പറ്റിക്കുകയാണ്. ആദ്യമായി നാം ശ്രമിച്ചു. ദൈവം അവരോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് എന്ന്. നോമ്പുകാലത്ത് ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്? ആ എവിടെയാണ് എന്നതിന് ഉത്തരം തിരിച്ചറിഞ്ഞ് തമ്പുരാനിലേക്ക് തിരിയുവാനുള്ള സമയമാണ് നോമ്പുകാലം. ഞാൻ തമ്പുരാനിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അനുതപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനിലേക്ക് തിരിയുവാനുള്ള ചോദ്യമാണ്, നീ എവിടെയാണ് എന്ന ചോദ്യം. മറ്റൊരു വാക്യം പറഞ്ഞ, നീ നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിയണം, അവനെ സ്നേഹിക്കണം എന്ന വലിയ ചൈതന്യമാണ് നീ എവിടെയാണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുക. വീണ്ടും അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കായൽ പാപം ചെയ്യുകയാണ്. അവിടെ ദൈവം ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ എന്ന്. നീ ദൈവത്തിലേക്ക് ശ്രദ്ധിക്കാൻ മാത്രം പോരാ, നിന്റെ സഹോദരനിലേക്ക് തിരിയുവാനായിട്ട് നിനക്ക് സാധിക്കണം എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹിക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട്, കാരുണ്യം കാണിക്കുവാനായിട്ട്, ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ തെറ്റിപ്പോയി, നീ തിരിച്ചു വരണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. അതും ദൈവകൽപ്പനകളുടെ സംഗ്രഹമാണ്. ഈ ദൈവകൽപ്പനകളുടെ സംഗ്രഹം വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹമുള്ളവർ, നോമ്പുകാലം ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കാലഘട്ടമാണ്, സഹോദരനെ സ്നേഹിക്കുവാനുള്ള കാലഘട്ടമാണ്, കൽപ്പനകൾ പാലിക്കുവാനുള്ള കാലഘട്ടമാണ്. ആ കൽപ്പനകളുടെ സംഗ്രഹമായി എല്ലാത്തിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക, ആ രണ്ട് ബോധ്യങ്ങളിലേക്ക് തിരിയുവാനുള്ള കാലഘട്ടമാണ്. തിരിയുമ്പോഴാണ് നാം തമ്പുരാനേതായി തീരുക. അനുതാപത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്, ജീവിത നവീകരണത്തിലേക്ക് തിരിഞ്ഞ് തമ്പുരാനെ സ്വന്തമായി തീരുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ിൽ
മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രിതരാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തെ മരിച്ച് അങ്ങേക്കായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപ ദിവസം ധരിച്ചു ശിരസ് ചാരപൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിനിവേക്കാരെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പ് കാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെയും ശിഖ നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുമെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിന് ഭാഗ്യശീലമായി ഞങ്ങൾ പൂശുവാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പരിപാലനം സകലത്തെയും നാഥവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വഴി തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പശ്ചാത്തലങ്ങളുടെ സ്നേഹപൂർവ്വം മാപ്പ് നൽകിയ കർത്താവേ, സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, ആത്മപരിത്യാഗത്തിന്റെയും ഹൃദയ പരിവർത്തനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരോടൊപ്പം തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ പങ്കുചേരട്ടെ. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും വഴികളിലൂടെ പരസ്പര സ്നേഹപ്രവർത്തനങ്ങൾ വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ജീവിതത്തിലെ പുരുഷൻ സഹിച്ച് സ്വർഗോന്മുഖരായി ജീവിക്കുവാനും ഞങ്ങളെ നീ ശക്തരാക്കണമേ. സകലത്തിനെയും നാഥായിനേക്കും സകലത്തിന്റെയും നാഥായിനേക്കും തനിക്ക് മാപരത്താൽ നമ്മുടെ കടങ്ങളും പാപങ്ങളുടെയും കൈകളയട്ടെ. അനുഭവിക്കുവാൻ പശ്ചാത്തപിക്കുവാൻ തമ്പുരാന്റേതായിരിക്കുവാൻ ആവശ്യമായ കൃപാപ്രതോടിയാശിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാവഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. കൽപ്പനയനുസരിച്ച് മിശിഹായ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാവുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേലും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവേ, നൽകുക
സ്വർഗവാസികളായിരങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ അവിടത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇതിൽ വാങ്ങി ഭക്ഷിക്കുകയും സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു.
അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധ്യക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉദ്ദേശം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നവരുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം
വേണ്ടി ലഭിക്കും എന്നവർ വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമായ വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. നമ്മുടെ രക്ഷകനായ രക്ഷിതാവ് നമുക്കായി അങ്ങയിൽ നൽകിയിരിക്കുന്നു. ഭയഭക്തിയോടും സ്നേഹത്തോടും കൂടി നമുക്ക് അവിടുത്തെ സമീപിക്കാം. അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാം. അവിടുന്ന് നമ്മിൽ സംപ്രീതനാകട്ടെ. ഹല്ലേലൂയ പാടിക്കൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം. കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടറിഞ്ഞ് എന്നരികിലേക്കു വന്ന എന്റെ യേശുവേ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടറിഞ്ഞ് എന്നരികിലേക്കു വന്ന എന്റെ യേശുവേ. മോഹങ്ങൾ
അനന്തമായ കൃപയാൽ അങ്ങ് ഞങ്ങളെ അർഹരാക്കി അങ്ങ് രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരോടുകൂടി സൗഖ്യ വിരുന്നിൽ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. സകലരുടെയും നാഥായ നീക്കും